السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. صدق الله العظيم. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ആമുഖത്തിലേക്കൊന്നും കടക്കാതെ സമയപരിമിതിയുള്ളത് കൊണ്ട് തന്നെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്ത് ഖുറൈശാണ്. എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ഖുറൈശ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് പറയേണ്ടതില്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായ അവസ്ഥ എന്തായിരുന്നു? ഒരു മുഴു പട്ടിണിയുടെ അവസ്ഥ അവർക്കുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാതെ മനുഷ്യരെല്ലാവരും ഇങ്ങനെ മരിക്കുകയാണ്. ആ പട്ടിണിയിൽ നിന്ന് അല്ലാഹു അവരെ മോചിപ്പിച്ചു. അതാണ് സൂറത്ത് ഖുറൈശ് നമ്മോട് പറയുന്നത്. ഭക്ഷണമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാതെ വീട്ടുനാഥന്മാരെല്ലാം പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലി ചുട്ടുപൊള്ളുന്ന മണലിൽ ആ വെയിലത്ത് അവർ മലർന്നു കിടക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മരിക്കാണെങ്കിൽ മരിച്ചോട്ടെ, എന്നാലും ഈ ദുനിയാവിന്റെ ഈ ദുരിതം തീരുവല്ലോ എന്നതുകൊണ്ടാണ്. കുട്ടികൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വയ്യായിട്ട് അവർ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ആ ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. ഈ സംഭവം നടക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരി നാം എണ്ണാറുള്ള ഹാഷിം എന്നവരുടെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, മക്ക എന്ന് പറയുന്നത് അവിടെ ഒരു സാധനം മുളക്കൂല. എവിടെ നോക്കിയാലും കുന്നുകളാണ്, അവിടെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഈ ജനതക്ക് ഹാഷിം എന്നവർ അവർ ഇങ്ങനെ ഉണ്ടായാൽ പോരാ, അവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു കോൺഫറൻസ് നടത്തി. അവർ പറയുകയാണ്, നഹ്നു അഹ്ലു ഹറമില്ല, നമ്മൾ അല്ലാഹുവിന്റെ ഹറമിന്റെ അഹ്ലുകാരാണ്. പട്ടിണിയുണ്ടെന്ന് കരുതി നാം ഇങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്കിത് കരകയറാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ എവിടെയാണോ ലഭിക്കുന്നത് ആ സ്ഥലത്ത് പോയി നാം അത് കരസ്ഥമാക്കി കൊണ്ടുവരണം. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു ആശയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, വർഷത്തിൽ 2 തവണ കച്ചവട യാത്ര നടത്തണം.
അത് സീസൺ നോക്കിയായിരിക്കണം. തണുപ്പുകാലത്ത് യമനിലേക്കും ചൂടുകാലത്ത് ഷാമിലേക്കും പോയി കച്ചവടം നടത്തണം. അങ്ങനെ അവിടെ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കി തിരിച്ച് നാട്ടിൽ വന്ന് ഒരു 6 മാസം താമസിക്കാം കുടുംബത്തോടൊപ്പം. ഇങ്ങനെയുള്ള ഒരു പ്രവാസ ജീവിതം, ആ രീതി ഹാഷിം എന്നവർ കൊണ്ടുവരികയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ഈ ജനതക്ക് ഇത് വലിയൊരു മാർഗരേഖയായി. അവരെല്ലാവരും വർഷത്തിൽ 2 തവണ യാത്ര നടത്തുന്നു. പിന്നീട് നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇതാണ് ഈ സൂറത്തിന്റെ പശ്ചാത്തലം. അല്ലാഹു പറയുന്നു, ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കിക്കൊടുത്തു എന്ന കാരണം കൊണ്ട് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തിലെയും ഉഷ്ണകാലത്തിലെയും കച്ചവടയാത്ര അവർക്ക് ഇണക്കിക്കൊടുത്തു എന്ന കാരണം കൊണ്ട് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അവർ ഈ ഭവനത്തിലെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ അത്അമഹും മിൻ ജൂ', വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം നൽകിയവനാണ് അല്ലാഹു. വആമനഹും മിൻ ഖൗഫ്, ഭയാന്തരീക്ഷത്തിൽ അവർക്ക് സമാധാനം നൽകിയവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഹറം നിവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്നത്തെ കാലത്ത് കണ്ടതിനും തൊട്ടതിനുമെല്ലാം യുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ഹറം നിവാസിയാണെന്ന് പറഞ്ഞാൽ അവർ ആരും തൊടൂല. ഏത് രാജ്യത്തിലേക്ക് വേണമെങ്കിലും അവർക്ക് ചെല്ലാം. അവിടത്തേക്ക് ഒരു പാസ്പോർട്ടിന്റെയോ വിസയുടെയോ ആവശ്യമില്ല. ഹറം നിവാസിയാണ് എന്നതാണ് ഏറ്റവും വലിയ പാസ്പോർട്ട്. അങ്ങനെ അത്രയും വലിയ ബഹുമാനവും ആദരവും അവർക്ക് അള്ളാഹു നൽകി, നല്ല സമാധാനം നൽകി, നിർഭയത്വം നൽകി. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അള്ളാഹു കൊടുത്തു, എല്ലാം നീക്കി. അതുകൊണ്ട് അവർ നന്ദിയുള്ളവരാകണം. അവർ ഈ റബ്ബിനെ ആരാധിക്കണം. അള്ളാഹു അവിടെ പറഞ്ഞ വാക്ക് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് എന്നാണ്. മറിച്ച് ഫല്യഅ്ബുദുല്ലാഹ എന്നല്ല അവർ പറഞ്ഞത്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ആ വീട്ടിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ സൂറ നമുക്ക് നൽകുന്ന സന്ദേശം. ഇത് ഖുറൈശികൾക്ക് മാത്രം ബാധകമല്ല. ഈ നിഅമത്ത് ആർക്കൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ ലഭിച്ചുവോ അവർക്കൊക്കെ അവരെല്ലാവരും ആ റബ്ബിനെ ആരാധിക്കണം എന്നാണ് ഈ സൂറ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കണം, നമുക്ക് എന്താണ് കുറവുള്ളത്? നമുക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നു, നമ്മൾ സമാധാനമായി ജീവിക്കുന്നു. ഫലസ്തീനിലെ മക്കളൊക്കെ സമാധാനമില്ല, ഭക്ഷണവുമില്ല. അള്ളാഹു അവർക്കൊക്കെ നല്ല സമാധാനം നൽകുമാറാവട്ടെ, അവർക്ക് അള്ളാഹു രക്ഷ നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഈ 2 നിഅമത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി വആമിനൻ ഫീ സിർഫിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ വഹദാഫീലിഹാ. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, ഒരാൾ ശരീരം സൗഖ്യമുള്ളവനായി നേരം പുലർന്നാൽ, വആമിനൻ ഫീ സിർഫിഹി, അവർ പോകുന്ന വഴികളെല്ലാം അവർക്ക് നിർഭയത്വമുണ്ട് എങ്കിൽ, വഇൻദഹു ഖൂതു യൗമിഹി, അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും അവരുടെ കൈവശമുണ്ട് എങ്കിൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഫകഅന്നമാ ഹിസത് ലഹു ദുനിയ വഹദാഫീലിഹാ, അവൻ ഈ ദുനിയാവ് മുഴുക്കെ കൈവശപ്പെടുത്തിയവനെ പോലെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ നാം പറഞ്ഞത് ഓർക്കണം. അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവ് മുഴുവനും കിട്ടിയതുപോലെയാണ്. നമുക്ക് 1 മാസം കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ നാമൊക്കെ ഭൂലോക മുതലാളിയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം നല്ല നിലയിൽ നല്ല ഇഖ്ലാസോടുകൂടി ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.